പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ബി.ജെ.പിക്ക് വോട്ട് ലഭിച്ചുവെന്ന് സമ്മതിച്ചു CPM. LDFിന്റെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവും ബി.ജെ.പിയുടെ വളർച്ചയും നേതൃത്വത്തെ ഞെട്ടിക്കുന്നുണ്ട്. CPM കോട്ടകളിലെ തിരിച്ചടിയിൽ പാർട്ടി ആഴത്തിലുള്ള പരിശോധന നടത്തും. റിപ്പോർട്ട്. എത്ര വലിയ ഇടതുവിരുദ്ധ കൊടുങ്കാറ്റിലും അടിയുറച്ചു നിൽക്കുമെന്ന് കരുതിയ പാർട്ടി കോട്ടകളാണ് തകർന്നടിഞ്ഞത്. CPMന്റെ രാജ്യത്തെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള കണ്ണൂരിൽ പോലും നേരിട്ടത് കനത്ത തിരിച്ചടി. തളിപ്പറമ്പിലും ധർമ്മടത്തും BJP വോട്ട് ഇരട്ടിയായി. കല്യാശ്ശേരിയിലും മട്ടന്നൂരും അണികൾ പോലും CPMനെ കൈവിട്ടു. ഒടുവിൽ ഇടത് കേന്ദ്രങ്ങളിലെ BJP വളർച്ച CPM സമ്മതിച്ചു. പാർട്ടിക്കും LDFിനും ഉണ്ടായ തിരിച്ചടിയെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ഉണ്ടായിട്ടുള്ള ധാരണകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഇനി ചെയ്യുക. തെരഞ്ഞെടുപ്പ് ഫലം ഇഴകീറി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി. ഇടത് കേന്ദ്രങ്ങളിലേക്കുള്ള കടന്നുകയറ്റം BJPക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. BJPക്ക് LDFിന്റെ വലിയൊരു വിഭാഗം വോട്ട് വരുന്നുണ്ട്. ഇനി അത് അവർക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല. പാർട്ടിയോടുള്ള വിശ്വാസ്യത അവരുടെ അണികൾക്ക് തന്നെ നഷ്ടമായിരിക്കുകയാണ്. പലരും ബൂത്തിലിരിക്കുന്നവർ പോലും BJP വോട്ട് ചെയ്തിരിക്കുന്നു. 16-ാം തീയതി മുതൽ ചേരുന്ന നേതൃയോഗങ്ങളിൽ വോട്ട് ചോർച്ചയിൽ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ പോലും CPMനോട് കടക്ക് പുറത്തു പറഞ്ഞു. ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം പാർട്ടി നയസമീപനങ്ങളും തിരിച്ചടിക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ചർച്ചയിലേക്ക് വരികയാണ് ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, ഒപ്പം N. ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പത്രക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. ആ കുറിപ്പിലെ വരികൾ വായിക്കുമ്പോൾ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തെ സമീപിക്കും, തിരുത്തൽ വരുത്തും വേണ്ടത് ഉണ്ടെങ്കിൽ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എന്തൊക്കെയാണ് തിരുത്തൽ എന്ന ആകാംക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, സാധാരണ പാർട്ടി പ്രവർത്തകർക്കടക്കം ഉണ്ട്. സർക്കാരിനെ തിരുത്തുമോ, പാർട്ടിയിൽ തിരുത്തൽ ഉണ്ടാകുമോ, സ്വയം തിരുത്തുമോ? എന്താണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്? ശ്രീ റെജി ലൂക്കോസ്. വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് ഇട്ടത്. അത് കൃത്യമായ രീതിയിലുള്ള എല്ലാ നിരീക്ഷണങ്ങളും ഉണ്ട്, വളരെ വ്യക്തമായുള്ള മറുപടികളും ഉണ്ട്. CPMനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ ശാസ്ത്രങ്ങൾ ഏറ്റുവാങ്ങിയും അവരെ തലോടലുകൾ ഏറ്റുവാങ്ങിയും തിരുത്തേണ്ടവ തിരുത്തിയും ജനങ്ങളോടൊപ്പം നിന്ന് ചരിത്രം രചിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്നുള്ളത്. അത് പ്രതീക്ഷനും അല്ലെങ്കിൽ ഈ ചർച്ച കേൾക്കുന്ന ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഇതിനു മുമ്പും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. 2019 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അത് ഏറ്റവും ശക്തമായിട്ടുണ്ടായത്. രാജ്യം മുഴുവനും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രതികരിച്ചിട്ട് കേരളത്തിലെ ജനങ്ങൾ അന്ന് UDFനെ മുഴുവൻ സീറ്റ് നൽകി ജയിപ്പിച്ച ചരിത്രമുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും പറ്റിയ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാനൊന്നും ഈ പാർട്ടി തയ്യാറാകത്തില്ല. CPMനെ സംബന്ധിച്ചോളം ചില ഏരിയകളിൽ വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നുള്ളൊരു പാർട്ടിയുടെ സമുന്നത നേതാക്കൾ ബഹുമാനപ്പെട്ട MV ജയരാജനെ പോലെയുള്ളവര് ചില ഏരിയകളിലല്ല ശ്രീ റെജി ലൂക്കോസ്, അങ്ങേയറ്റം നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഈറ്റില്ലങ്ങളായിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ നന്നായി വോട്ട് ചോരുകയും പണ്ടൊക്കെയുള്ള പല്ലവി എന്ന് പറഞ്ഞാൽ ഇടതുള്ളിടത്ത് ബദലായി ഇടത് ശക്തി ഉണ്ടെങ്കിൽ അവിടെ ഒരു വർഗീയ ശക്തിയും തലയുയർത്തത്തില്ല എന്ന്. പക്ഷേ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരുടെ അടക്കം മണ്ഡലങ്ങളിലടക്കം പല ഇപ്പോഴും MLA-മാർ നിലനിൽക്കുന്ന സിറ്റിംഗ് MLA-മാരായ ഇടങ്ങളിലൊക്കെ BJP ഒന്നാം സ്ഥാനത്ത് വന്ന വസ്തുതയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് നമുക്ക് ചോദിച്ച് പോകാം. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ അനവധിയുണ്ട്, അതുപോലെ സമ്പാദിച്ച് നൽകിയിട്ടുണ്ട് അവരുടെ മുന്നിലേക്ക്. അതുകൊണ്ട് ചോദ്യങ്ങൾ നമ്മളിലൂടെയൊക്കെയാണല്ലോ ചോദിക്കാൻ കഴിയും. ഇത് സർക്കാരിൻ്റെ വിരുദ്ധ വികാരമാണോ ജനങ്ങൾ പ്രകടിപ്പിച്ചത്? ഈ സർക്കാരിലുള്ള അവമതിപ്പാണോ ജനങ്ങൾ രേഖപ്പെടുത്തിയത് വോട്ടിലൂടെ? പ്രതീക്ഷ അതിനുള്ള മറുപടി വളരെ വ്യക്തമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനേക്കാളും പ്രചണ്ഡമായ പ്രചരണങ്ങളാണ് LDF സർക്കാരിനെതിരെയും CPMനെതിരെയും കേരളത്തിലെ മാധ്യമങ്ങളും മറ്റു പല ഘടകങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ നീചമായ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു. അത് ഏറ്റുപിടിക്കാൻ കുറെ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് ചരിത്രമൊന്നും വേണ്ട, നമുക്ക് ചോദിച്ചു സമയം അധികം കവരാനില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ പഴയ ചരിത്രങ്ങൾ നമുക്കൊരു യെസ് നോ സ്റ്റാൻഡിലേക്ക് പോയി അത്രയും നല്ലതായിരിക്കും. കാരണം ഞാൻ ചോദിക്കുന്നത് സർക്കാരിൻ്റെ ജനവിരുദ്ധത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുണ്ടോ? റെജി ലൂക്കോസിന് എന്താണ് തോന്നുന്നത്? ഈ സർക്കാർ ജനവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളെ നെഞ്ചോട് ചേർത്തും പ്രവർത്തിച്ച ഒരു സർക്കാരാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് അങ്ങനെ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അതിൽ യാതൊരു തർക്കമില്ല.
പക്ഷെ ജനങ്ങൾ ദേശീയ തലത്തിൽ പിന്നെ ഒരു ബദൽ BJPക്ക് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ 2019 പ്രതികരിച്ചു. പക്ഷെ തൃശ്ശൂരിലെ പരാജയം CPM ഇടതുപക്ഷത്തിന്റെ പരാജയവും പിന്നെ ഏതാണ്ട് 85,000 വോട്ടുകൾ തങ്ങൾക്കുള്ളത് തന്നെ BJPയിലേക്ക് മറിച്ചു കൊടുക്കാൻ ശ്രമിച്ച UDF. അതായത് ശ്രീ റെജി ലൂക്കോസ്, അതായത് ഇപ്പോഴും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പാടില്ല. നമുക്ക് ഒരുപാട്, ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ പറയാൻ ഒരുപാട് ഉണ്ട്. എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ട്. പല ചർച്ചകളിലും മാതൃഭൂമി ന്യൂസിന്റെ ആ ജനവിരുദ്ധ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ചർച്ചകളിൽ റെജി ലൂക്കോസും പങ്കാളിയായ ആളാണ്. ഓർമ്മയിൽ വരുന്ന എത്രയോ സ്ഥായിയായ ജനകീയ പ്രശ്നങ്ങൾ, അതായത് വളരെ ഒന്നാമത്തെ കാര്യം അതിനകത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ അത് നൽകിയിട്ടില്ല. സപ്ലൈകോയിലെ ദൗർലഭ്യം, അതിനെ ന്യായീകരിക്കുന്ന മന്ത്രിമാര്, ഒപ്പം ഈ നിയമങ്ങളിലൊക്കെ തന്നെ സഹാക്കൾക്ക് നൽകുന്ന മുൻഗണന, പിന്നീട് ഈ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ച സംഭവം, അവിടെ കോടികൾ മുടക്കി ജനം ഇവിടെ ഊർധ്വശ്വാസം വലിക്കുന്ന സമയത്ത് കോടികൾ മുടക്കി നമ്മുടെ നവകേരളം എന്ന രീതിയിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് കോടികൾ മുടക്കി ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോഴും ആ സമയത്ത് ശ്വാസം വലിക്കുന്ന ഒരുപാട് ജനങ്ങൾ, വൃക്ക രോഗികൾ, കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, അവർക്ക് മരുന്നില്ല. ഇവിടെ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടോ എന്ന് പലകുറി ചോദിച്ചു. അങ്ങനെ ഒരുപാട് പറയാനാണെങ്കിൽ എൻ്റെ നാക്ക് കഴിക്കും ശ്രീ റെജി ലൂക്കോസ്. അപ്പോൾ അതൊന്നും ഏഷ്യതേയില്ല ഒരു തരത്തിലും. എല്ലാം ഒരു നാഷണൽ, ഒരു ഓൾട്ടർനേറ്റീവ് വേണം നരേന്ദ്രമോദിക്കെതിരെ. അതുകൊണ്ട് എല്ലാവരും കൊണ്ടൊന്ന് അങ്ങ് കുത്തി കോൺഗ്രസിന് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വ്യക്തമാണ്. പ്രജീഷിനോടൊപ്പം തന്നെ ഈ സർക്കാരിനെ വിമർശിക്കുന്ന 100 കണക്കിന് ചർച്ചകൾ ഞാൻ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ വസ്തുതകൾ നമ്മൾ നിഷേധിച്ചുകൊണ്ട് വെറുതെ ഒരു കുറ്റസംഭവം നടത്തുന്നതിന് അർത്ഥമില്ല. ഞാനത് ഉറപ്പായിട്ട് പറയുന്നു, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കാനും ഈ സർക്കാരിനെ കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് എതിരെ വാർത്തകൾ ചമയ്ക്കുന്നതിലും കുറ്റകരമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ചില മാധ്യമങ്ങളുണ്ട്, എല്ലാവരും ഇല്ല. ഞാനതിനെ ഒരു പർട്ടിക്കുലർ മാധ്യമത്തിന് വിരൽ ചൂണ്ടത്തുമില്ല. ജനങ്ങളിൽ അപമതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? ഇവിടെ എന്ത് ഡ്രാമയാണ്, എന്ത് തിരക്കഥയാണ് മാധ്യമങ്ങൾ ഒരുക്കിയത്? ഈ സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്ന് പറയുമ്പോൾ അന്ന് GRNലും മിനിസ്റ്ററും ഒക്കെ പറഞ്ഞു പച്ചക്കള്ളമെന്ന്. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ PS പ്രശാന്ത് പോയി ആ ഒഴിഞ്ഞ റാക്കുകൾ കൊണ്ട് കാണിച്ചു. പിന്നീട് ഉത്തരം മുട്ടി. ഓരോ വിമർശിക്കുമ്പോൾ വിമർശിക്കുന്ന മാധ്യമങ്ങളാണെങ്കിൽ ആ മാധ്യമ പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി കുറെ സൈബർ സഖാക്കൾ, മുഖമില്ലാത്തവർ, അവരൊക്കെയാണ് ഈ പാർട്ടിയെ മുച്ചോട് മുടിപ്പിച്ചത്. ഇനിയെങ്കിലും അത്തരം ദുഷ്ടജീവികളെ വെടിവെച്ച് കൊല്ലാൻ പാർട്ടി തയ്യാറാകണം. കാരണം അത്തരത്തിലുള്ള ഈ സൈബർ ഇടങ്ങളിൽ ഒരു വെടിവെയ്പ്പ് നടത്തിയേ പറ്റൂ. പിന്നീട് എന്താണ്, ഏതെങ്കിലും രീതിയിൽ ഒരു മാധ്യമം തുറന്നു പറഞ്ഞാൽ അവരെ ബഹിഷ്കരിക്കുക. അപ്പോൾ അടിമുടി ഈ ജീർണത അങ്ങ് മുകളിൽ നിന്നാണ് താഴെത്തട്ട് വരെയുണ്ടെന്നത് ബോധ്യമാണ്. നമ്മൾ പറഞ്ഞു പോയേ പറ്റുകയുള്ളൂ. കാരണം ഓരോ ഏരിയ കമ്മിറ്റികളും അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിമാരും LC സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടറിമാരൊക്കെ ഒരു ഡൈനാസ്റ്റി, സ്വയം പ്രഖ്യാപിത ഒരു നാട്ടുരാജാവിനെ പോലെ പെരുമാറിയതിൻ്റെ കൂടി ദുർഗതിയാണ് ഈ പാർട്ടിക്ക് വന്നത് എന്ന് മനസ്സിലാക്കണം ശ്രീ റെജി ലൂക്കോസ്. കാരണം ഒരുപാട് സഖാക്കൾ ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ ഒരുപാട് പേരുണ്ട്. കാരണം അന്ന് ഈ വിധി വരുന്ന സമയത്ത് പലരും VSന്റെ മുഖമാണെന്ന് അവരുടെ പ്രൊഫൈലാക്കി മാറ്റിയത്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, ഞാനത് പറയുന്നതുമില്ല, എനിക്കറിയില്ല എന്തായിരിക്കാമെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ജീർണതയുടെ തെളിവുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ കാടടച്ച് 2019ലും 2014ലും ചരിത്രം തിരയാതെ ഇനിയുള്ള മുന്നോട്ട് പോക്കിലാണല്ലോ നമ്മൾ പോകേണ്ടത്. അവിടെയാണ് എന്ത് തിരുത്തൽ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ഞാൻ അങ്ങയിലേക്ക് ഒന്ന് മടങ്ങിയെത്താം, ഞാൻ സമയം കവരില്ല. ശ്രീ N. ശ്രീകുമാർ, ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ? ഏറ്റ മുറിവ് ഉണക്കണമെങ്കിൽ വലിയ പാടാണ്. കാരണം ഇതൊരു സർജറിയിലൂടെയൊന്നും മാറ്റാൻ CPMനെ സംബന്ധിച്ചോളം ആകില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സർക്കാരിനെ ബാധിച്ചിരിക്കുന്ന ജീർണത, പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ജീർണത, പണ്ടൊക്കെയാണെങ്കിൽ തിരുത്താൻ ഒരു പാർട്ടി ശക്തമായി ഒരു ബദലായി ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിയും ഭരണവും ആരാണ്? ഒരേ ആൾ നിയന്ത്രിക്കുന്നു. പാർട്ടിക്ക് തിരുത്തൽ പ്രക്രിയകളില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എന്തെങ്കിലും വന്നാൽ അവിടെ ഒരു വിഷയം അവതരിപ്പിക്കുന്നു, അതിനുമേൽ ചർച്ചയോ കൂലങ്കശമായ ചർച്ചയോ വാദങ്ങളോ എതിർവാദങ്ങളോ ഒന്നുമില്ലാതെ പോകുന്നു. ഇവിടെയൊക്കെയാണ് ജീർണത സംഭവിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ആത്മാർത്ഥതയോടുകൂടി തെറ്റുതിരുത്തലിലേക്ക് പോകുമെന്ന് നമ്മൾ ആ വാക്കുകളെ വിശ്വസിച്ചാൽ എന്ത് തിരുത്തൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ശ്രീകുമാർ? നമുക്ക് പ്രതീക്ഷ, കേരളത്തിലെ CPMൽ നിന്ന് നമ്മൾ ഒരു തിരുത്തലും പ്രതീക്ഷിക്കേണ്ട, ഒരു പാഠം പഠിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം അത്രയും അഹങ്കാരമാണ് അവർക്ക്. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അദ്ദേഹം ധൈര്യപൂർവ്വം മാധ്യമങ്ങൾക്ക് വന്നിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു പത്രക്കുറിപ്പ് ഇന്നലെ ഇറക്കി. രസകരമാണ് ആ പത്രക്കുറിപ്പ്. അതിൽ പറയുന്നത് എന്താണെന്നറിയാമോ?
സർക്കാരിനെ എതിരായ കുപ്രചരണം പ്രതിരോധിക്കാൻ ജനങ്ങളെ ഒപ്പം നിർത്തുന്നത്. ആ ജനങ്ങളാണ് 19 മുഖമടിച്ച് പ്രഹരിച്ചത്. എന്നിട്ട് പറയാണ് ഇനി ജനങ്ങളെ ഒപ്പം നിർത്തുന്നത്. ജനങ്ങളൊപ്പം ഇല്ല. ജനങ്ങളൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനല്ലല്ലോ പാർട്ടിയുടെ അവസ്ഥ. കണ്ണൂരിലെ കെ സുധാകരൻ ഇന്നൊരു പത്രസമ്മേളനം നടത്തി. ശുഭാപ്തി വിശ്വാസം മുഖത്ത് നിഴലിക്കുന്നുണ്ട്. സുധാകരന്റെ പത്രസമ്മേളനങ്ങൾ കണ്ടുവോ? എന്തൊരു ആർജവമാണ്, എന്തൊരു നേതൃ വൈഭവമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത്. അതുപോലൊരു CPM നേതാവിനെ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റുമോ? എവിടെ പോയി റെജി ലൂക്കോസിന്റെ മുഖ്യമന്ത്രി? പത്രലേഖയുടെ മുമ്പിൽ വന്ന് കാര്യം അന്തസ്സായി പറയണം, ഞങ്ങൾ തോറ്റു, കാരണം ഇതാണെന്ന്. തിരുത്തുന്ന വന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല. തിരുത്താൻ ഈ പാർട്ടിക്ക് കഴിയില്ല. കാരണം തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്, തിരുത്തേണ്ടത് പാർട്ടിയുടെ ചില പോക്കറ്റുകളാണ്. ആ പോക്കറ്റുകൾ തിരുത്തില്ല, മുഖ്യമന്ത്രി തിരുത്തില്ല. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന നിങ്ങൾ വായിച്ചല്ലോ. എവിടെയെങ്കിലും ഒരു മോദി എന്നൊരു വാക്ക് അതിലെങ്കിലും ഉണ്ടോ? കേന്ദ്രത്തിൽ മോദിയെ തുരത്തിയിട്ടിട്ട് അവിടെ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരിയുടെ അടക്ക പിന്തുണയോടെ അധികാരത്തിലെത്തിയിട്ട് ഒരു വരി പോലും കോൺഗ്രസിനെ കുറിച്ച് നല്ലത് പറയാ, ഒരു വരിയെങ്കിലും മോദിക്കെതിരെ പറയാ ഇന്നലെ പ്രസ്താവനയിലുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇതാണോ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് സമൂഹം? ഇതാണോ CPM-ന്റെ വർഗീയ വിരുദ്ധത? അത് മാത്രമല്ല, തൃശ്ശൂരിൽ അവരെ തോറ്റു, സുരേഷ് ഗോപി ജയിച്ചു. ഗൗരവതരമായി കാണണമെന്ന് ഇവിടെ തൃശ്ശൂർ മാത്രം. അപ്പൊ ബാക്കി 18 അവിടെ ഗൗരവമില്ലേ? ലളിതമാണോ? കണ്ണൂരിൽ തോറ്റത് 1 ലക്ഷത്തിലധികം വോട്ടിനാ. ആരുടെ മണ്ഡലം? മുഖ്യമന്ത്രിയുടെ, LDF കൺവീനറുടെ, ഗോവിന്ദൻ മാസ്റ്ററുടെ, പാർട്ടി സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ. എന്നിട്ട് അവിടെ തോറ്റ് തൊപ്പിയിട്ടിട്ട് പിന്നെ ജനങ്ങളൊപ്പം നിർത്തുന്നത്. ഏത് ജനങ്ങളൊപ്പം വരുന്നു? പാർട്ടി പ്രവർത്തകർ പോലും ഇനി വരില്ല. കായകൊടുത്ത തുടങ്ങിക്കഴിഞ്ഞു. പലയിടത്ത് പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. പക്ഷെ പാർട്ടി ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാകില്ല. അതാണ് ഈ പാർട്ടി അനുഭവിക്കുന്ന ഗതികേടതാ. ഇവിടെ ഞാനേ 2004 ഓർക്കുക. 2004 AK ആന്റണി അന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അക്കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. വിമാനത്താവളത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ യാത്രയാക്കിയിട്ട് പറഞ്ഞു, ഞാൻ രാജിവെക്കുന്നു, പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ രാജിവെക്കുന്നു AK ആന്റണി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന സുരക്ഷാ ഗാർഡുകൾ ഞെട്ടിപ്പോയി. അവരുടെ മുഖം ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും ആ ക്ലിപ്പ് എടുത്ത് നോക്കൂ. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡുകൾ ഞെട്ടുന്നത് കാണാം. ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ കേരള മുഖ്യമന്ത്രിയായിരുന്നു AK ആന്റണി. അതാണ് ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നവർ ചെയ്യേണ്ടത്. അല്ലാണ്ട് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇല്ല. വേണമെങ്കിൽ ആന്റണി ഇതൊരു പ്രസ്താവന എഴുതി കൊടുത്തിട്ട് അവിടെ കുത്തിയിരിക്കായിരുന്നു. പക്ഷെ ആന്റണി എന്താ കരുതി? ആരും പറഞ്ഞില്ല രാജിവെക്കാൻ, ആരും ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, ആരും പഠിക്കാനും പറഞ്ഞില്ല. പക്ഷെ സ്വയം തീരുമാനിച്ചു, ഞാനാണ് ഉത്തരവാദി, ഞാനാണ് ഗവൺമെന്റിനെ നയിച്ചത്, അതുകൊണ്ട് ഞാനിതാ ഇറങ്ങിപ്പോന്നു. പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ആന്റണിയുടെ ഉയരങ്ങളിലേക്കല്ലേ ആന്റണി പോയത്? ആന്റണി സിവിൽ സപ്ലൈസ് മന്ത്രിയായി, പ്രതിരോധ മന്ത്രിയായി, മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ജനങ്ങളെ മനസ്സിലാക്കണം. ജനങ്ങൾ പാഠം പഠിപ്പിച്ചു എന്ന് തോന്നിയാൽ തീർച്ചയായും ശ്രീ N. ശ്രീകുമാർ, മണ്ണിലേക്ക് ഇറങ്ങി വരണം. ഇനിയെങ്കിലും മണ്ണിലേക്ക് ഇറങ്ങണം, ജനങ്ങളിലേക്ക് ഇറങ്ങണം. ശ്രീ റെജി ലൂക്കോസ്, ഇന്ത്യയിൽ ഇടതുപക്ഷം നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് ഞങ്ങളൊക്കെ. ആ ജനവിധി വരുന്ന സമയത്ത് മാതൃഭൂമി ന്യൂസിലൂടെ ഫ്ലാഷുകൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട് അക്കങ്ങൾ. അപ്പോൾ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ നോക്കൂ, 1-1 കൂടെയുണ്ട്. വർഗീയതയ്ക്കെതിരെ പോരാടിയ, ഇവിടെ നവോത്ഥാന മതിലുകൾ തീർത്ത പാർട്ടിക്കൊന്ന്, കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കൊന്ന്, ബാക്കി 18 UDF-ന്. ഒരു ശരാശരി പാർട്ടിയെ നെഞ്ചോട് ചേർക്കുന്നവർ ചിന്തിച്ചു പോകും, എന്ത് പറ്റി ഈ പാർട്ടിക്ക്? ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? ഉത്തരവാദിത്തം ആരെങ്കിലും പറയേണ്ടതല്ലേ? ഞങ്ങൾക്ക് ബോധ്യമായ ഒരു ഉത്തരവാദിത്തം ആരെങ്കിലും ഒരു 2 വരികളിലൂടെയെങ്കിലും ഒന്ന് അറിയിക്കേണ്ടതല്ലേ? ഇപ്പോഴും എന്താണ് MP ഗോവിന്ദൻ പറഞ്ഞത്? ആറ്റിങ്ങലിനെ ചൂണ്ടിക്കാട്ടി പറയുന്നു, എന്താ ജയിച്ച തോൽവി. അങ്ങനെ ഒരു നറേറ്റീവ് ആദ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതവിടെ ജയിച്ച തോൽവിയാണ്. അതെന്തൊരു പദമാണെന്ന് എനിക്കറിയില്ല. ഇനി പുതിയ പദം ഡിക്ഷണറിയിൽ, മലയാളം നിഘണ്ടുവിൽ എഴുതി ചേർക്കണം, ജയിച്ച തോൽവി എന്നത്. പിന്നീട് 2019 മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ എൻ്റെ ശൈലിക്ക് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. അങ്ങനെയാണ് ഇത്തവണയുമെങ്കിൽ, കാരണം ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുന്നു, നമ്മൾക്ക് പറഞ്ഞ് ക്യാപ്സൂളുകൾ ഇറക്കാം. കാരണം 2019 നമ്മളന്ന് തോറ്റതിന് ശേഷം നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചുവല്ലോ, പിന്നീട് നമ്മൾ തിരിച്ചുവല്ലോ വന്നല്ലോ. പക്ഷേ അതിനേക്കാളും നമ്മൾ ഭയക്കേണ്ട ഒരുപാട് അടിയൊഴുക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പഴയതുപോലെ ഉള്ള സമീപിക്കാനും കഴിയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് വെറുപ്പിൻ്റെ അങ്ങേയറ്റത്തേക്ക് നന്നായിട്ട് അവിടെ കോരി ഒഴുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ട ആത്മാർത്ഥതയോടുകൂടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു തിരുത്തൽ പ്രതീക്ഷിക്കാമോ കേരളത്തിന്, ശ്രീ റെജി ലൂക്കോസ്? യാതൊരു സംശയം വിചാരിക്കേണ്ട. CPM കേരളത്തിൽ മണ്ണടിഞ്ഞു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചരിത്രം പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ ജനങ്ങളല്ലേ ഈ വാക്കുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണെന്നുള്ളൊരു വ്യക്തമായിട്ടറിയാവുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം OK നേരിട്ടതും, പിന്നെ നമ്മുടെ കൊറോണയെ നേരിട്ടതും, നിവയെ നേരിട്ടതും ഒക്കെ ഈ മുഖ്യമന്ത്രിയുടെ ആർജവത്വമാണെന്നുള്ളൊരു പ്രത്യേകിച്ച് ആരോട് പറയണ്ട.
ഒരു ചെറിയ ശിക്ഷ കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നു, അത് ഏറ്റുവാങ്ങുന്നു. ഇപ്പൊ പ്രതീക്ഷിലേക്ക് വിമർശനങ്ങളെ വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. വിമർശനങ്ങളെ സ്വാഗതം ചെയ്തൊരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്. എനിക്ക് ഒരു കാര്യം ഒരൊറ്റ സെക്കൻഡ് ശ്രീമാൻ സാറിന് മറുപടി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീമാൻ സാറ്, ഞങ്ങളുടെ അടിത്തറ ഇളകിയിട്ടില്ല. 1% വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ 5% കുറഞ്ഞു. ശ്രീമാൻ സാറിനെ പോലെ ഒരു മാന്യനായ, എനിക്ക് വളരെ ആദരവുള്ള വ്യക്തിയാണ് ശ്രീമാൻ സാറ്. സാറിന്റെ തട്ടകത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷത്തെക്കാളും 85,000 വോട്ട് കുറഞ്ഞ് നിങ്ങളുടെ പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോയത്? നിങ്ങൾ അത് തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ ഞങ്ങളെ ശാസിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞില്ല? ഇനി ദേശീയ തലത്തിലേക്ക് വരാം. ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും SP-യുടെയും RJD-യുടെയും ശരത് പവാറിന്റെ ഒക്കെ നേതൃത്വത്തിലല്ലേ ഇപ്പോൾ ഈ മോഡിയെയും കൂട്ടരെയും മൂലക്കിരുത്തിയിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്താ? ഈ ജനാധിപത്യ ധ്വംസകരെ അധികാരത്തിലേറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ പാർട്ടിയിൽ നിന്ന് തന്നെ ഏതാണ്ട് 12ഓളം MP-മാര് ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് പുറത്തു വരുന്ന വാർത്തകൾ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാതൃഭൂമിവരെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ചുക്കാൻ പിടിക്കുന്ന ഒരു നേതൃത്വം അതിനകത്ത്. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിൽ BJP വളർത്താനായിട്ട് വോട്ട് പറിക്കാം, പക്ഷെ CPM-നെ തകർക്കാന്ന് മാത്രമേ നിങ്ങളുടെ ലക്ഷ്യമുള്ളൂ. അത് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങളത് അംഗീകരിക്കും, ജനങ്ങളോടൊപ്പം നിൽക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പ്രതീക്ഷയോട്, ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാവും പവനും ഇല്ലാതെ ജനങ്ങളോടൊപ്പം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സഖാക്കളെ അവരെല്ലാം ഒറ്റുകാരെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ഒറ്റുകാരെന്നല്ല പറഞ്ഞത്, ആരും അങ്ങനെ ഒറ്റുകാരെന്ന് പറഞ്ഞിട്ടില്ല. ആരും ആ പാവപ്പെട്ട സഖാക്കളെ, അങ്ങേയറ്റത്തെ താഴേക്കിടയുള്ള സഖാക്കളെ, അവരൊക്കെ വിയർപ്പും ചോരയും നീരുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനത്തിനൊപ്പം നിന്നിട്ട്. അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് കുറച്ചൊരു ട്രസ്റ്റ് പോലെ കുറെ ആളുകൾ തീരുമാനിക്കുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലൊക്കെ ഒരു പുനരാലോചന വേണ്ടതാണ്. നോക്കൂ, അവിടെ ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. ആലപ്പുഴ, കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്ന ഒരു പൊന്നാപുരം കോട്ട, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു ഈറ്റില്ലം, അവിടെയൊക്കെ ഒലിച്ചുപോയ വോട്ടുകൾ. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു 3ാം ശക്തി ഇവിടെ വളർന്നു വരികയാണ്. അതൊക്കെ നമ്മൾ യാഥാർത്ഥ്യബോധ്യമായി ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ ഉണ്ടല്ലോ, വിമർശനങ്ങളോട് കാണിക്കുന്ന ഈ അസഹിഷ്ണുത അത് ഇല്ലാതാക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1. 2, പോലീസ് സ്റ്റേഷൻ ഒരു മഹാ അധികാരികളെ പോലെ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു സ്വയം പ്രഖ്യാപിതമായിട്ട് അങ്ങ് മാറുകയാണ്. ഇവിടെ ഒരു ADGP ഉണ്ട്. ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP. ആ ADGP-ക്ക് ആ സ്ഥാനത്ത് എന്തിനാണ് ഇരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം ഇലയനങ്ങിയാൽ ഓടിയെത്തും മറ്റു പലതും കണ്ടുപിടിക്കാൻ വേണ്ടി ADGP ആയിട്ട്. ഇവിടെ കുത്തഴിഞ്ഞ അവസ്ഥ പോലീസ് സ്റ്റേഷനുകളിൽ. നാട്ടിലേക്ക് ഇറങ്ങാൻ വയ്യ. ഇറങ്ങിക്കഴിഞ്ഞാൽ ലഹരി അടിച്ച് ഏതെങ്കിലും ഒരുത്തൻ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലെങ്കിലും കൊണ്ടുവന്ന് ആരെങ്കിലും ഒന്ന് തട്ടിയിട്ട് പോയാൽ ചോദിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ സകല വകുപ്പുകളും സകല മേഖലയിലും എടുത്തു കഴിഞ്ഞാൽ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തിരുത്തൽ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു മരുന്ന് വെപ്പല്ല ശ്രീ റെജി ലൂക്കോസ്, മേജർ സർജറിയാണ്. ആ സർജറി എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും അതൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. മേജർ സർജറി എങ്ങനെയായിരിക്കും? മേജർ സർജറി വേണമെങ്കിലും മേജർ സർജറി നടത്താനുള്ള ആർജവമുള്ളൊരു പാർട്ടിയാണ് ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. എത്രയോ വമ്പന്മാരെ തെറ്റിന്റെ പേരിൽ ഈ പാർട്ടി ശാസിച്ചിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. അതിനൊന്നും ഈ പാർട്ടി മടക്കത്തില്ല. കാരണം ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് ജനങ്ങളാണ് ഇതിന്റെ രാജാക്കന്മാര്, അവരാണ് നായകന്മാരും നേതാക്കന്മാരും. അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ദാർഷ്ട്യത്തിന്റെ ഭാഷകളും ധിക്കാര ഭാഷകളൊക്കെ ഉണ്ടായിരിക്കാം. മനുഷ്യനാണ്, തെറ്റുപറ്റുകളൊക്കെ വരും, അതൊക്കെ സത്യമാണ്. ഞാൻ ആ വിമർശനത്തിനോട് യോജിക്കുന്നതാണ്. പക്ഷെ അവരെയൊക്കെ കണ്ട് തിരുത്താൻ അല്ല ശ്രീ റെജി ലൂക്കോസ്, അതായത് മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ നമ്മളത് ധാർഷ്ട്യം എന്നൊക്കെ പലരും, മുഖ്യമന്ത്രിക്ക് ഒരു ശൈലിയുണ്ട്, അദ്ദേഹത്തിന്റെ ശരീരഭാഷയുണ്ട്. പക്ഷേ അത് അനുകരിക്കുകയാണ് അങ്ങ് താഴെക്കിടയിലെ ഏറ്റവും താഴെത്തട്ടിലെ ബ്രാഞ്ച് സെക്രട്ടറി വരെ. ഒന്ന് നോക്കൂ, കാരണം കഷത്ത് 2 കട്ട വെച്ചതുപോലെയാണ് നാട്ടുകാരോട് സംസാരിക്കുന്നത്. നമുക്ക് ലളിതമായ ഭാഷയിൽ സംസാരിക്കാം. അങ്ങ് വിയറ്റ്നാമിലും ഒന്നും പോകേണ്ടതില്ല. ഈ സിദ്ധാന്തങ്ങളൊന്നും അരിയാഹാരം കഴിക്കാൻ പടാപ്പാട് വരുന്നവരോട് പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ ഒരു ശൈലി അങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ശൈലി കൂടി തിരുത്തേണ്ടതല്ലേ എന്ന് പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. വളരെ വ്യക്തമായ മറുപടി പറയാം. എനിക്ക് അദ്ദേഹത്തിന് അത്യാവശ്യം നേരിട്ടറിയാവുന്ന ഒരാളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കുന്നില്ല, അറിയാവുന്നവർ. കാരണം അറിയോ, അദ്ദേഹത്തിന്റെ ശരീരഭാഷയെ, അദ്ദേഹത്തിന്റെ സംസാര രീതി, അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വന്ന ഇത്രയ്ക്ക് മനുഷ്യത്വം കരുണയുള്ള ഒരു വ്യക്തി. ഞാൻ അദ്ദേഹത്തെ പാടിപ്പെടുത്താൻ വേണ്ടി മാത്രം പറയുന്നില്ല. ഈ കേരളത്തിന്റെ വികസനത്തിന്, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും ഇത്രയോടെ കരുണയോടെ കൂടി വീക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ കേരളത്തിൽ ആദ്യം ഉണ്ടായത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ചില മാധ്യമങ്ങൾ വർഷങ്ങളായിട്ട് CPM-നെ തകർക്കണമെങ്കിൽ പിണറായിയെ തകർക്കണം, ആ ലക്ഷ്യത്തോടുകൂടി അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു ഇമേജ് ചാർത്തുന്നതിൽ
അല്പസ്വല്പമൊക്കെ ചില മാധ്യമങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? അത് തെറ്റാണ്. അദ്ദേഹം ഇത്ര സത്യസന്ധനായ മനുഷ്യരോടൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിന് സെക്യൂരിറ്റിയെ കുറിച്ച് ഇവിടെ ചില ആൾക്കാർ വിമർശിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ള മുഖ്യമന്ത്രിമാരൊരാള് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായിട്ട് തനിക്ക് ഇത്ര പിന്നെ സെക്യൂരിറ്റി വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾക്ക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ ഉന്നതരോ അംഗീകരിക്കുന്നില്ല. കാരണം അവരുടെ സുരക്ഷ, അവരുടെ എയിം എന്ന് പറയുന്നത്, അവരുടെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്, ഭരണഘടനാ ബാധ്യതയാണ്. അപ്പൊ അതിനെപ്പോലും വിമർശിക്കുന്നവര് ആ മുഖ്യമന്ത്രി, നിങ്ങളുടെ എത്രയോ മാധ്യമങ്ങള് പിന്നെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കാര്യങ്ങൾ ചോദിക്കുന്നു, എത്ര കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നു. അദ്ദേഹത്തെ പോലെ പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രി ഉണ്ടോ? പിന്നെ മോദിയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ല എന്ന് ശ്രീകുമാർ സാർ പറഞ്ഞു. എന്റെ ശ്രീകുമാർ സാറെ, ഞാൻ ഒരിക്കലും കൂടെ പറയാ, മോദി എന്ന് പറയുന്ന ജനാധിപത്യത്തിന് പുല്ല് വില കൊടുക്കാതെ കണ്ട് ജനാധിപത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനങ്ങളെ വർഗീയപരമായിട്ട് ഭിന്നിപ്പിക്കാൻ നടത്തി ഈ രാജ്യത്തെ ജനാധിപത്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധിയെ പോലും അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്ത് ലോകവ്യാപകമായിട്ട് വിമർശനം നേരിട്ടുള്ള ഈ മോദിയെ ശരി, ശ്രീ റെജി ലൂക്കോസ്, ശ്രീകുമാർ, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. കാരണം നമുക്കൊരു അറിയാം, ഒരു വീട്ടുമുറ്റത്തേക്ക് ഒരു മാലിന്യമോ അല്ലെങ്കിൽ ഒരു ഇലയോ കരിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറക്കിക്കളയണം, ഇല്ലെങ്കിൽ അവിടെ കുന്നുകൂടും. വീണ്ടും ആണെങ്കിൽ അവിടെ കുന്നുകൂടി വലിയൊരു മാലിന്യ കുമ്പാരമായി മാറും. അതുപോലെ പലതിനും വളം വെച്ച് കൊടുത്തത് നേതൃത്വമാണ്. ശരിയേടുകളെയും വ്യതിയാനങ്ങളെയും ഒക്കെ മുളയിലെ നുള്ളിയില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നോർക്കൂ, സ്ഥായിയായിട്ടുള്ള ക്ഷേമ പെൻഷൻ കിട്ടാതെ വന്നപ്പോൾ ഒരു വയോധിക പിച്ചച്ചട്ടിയുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ആ വയോധിക പിന്നീട് സൈബർ ഇടങ്ങളിൽ അവരുടെ പ്രായത്തെ പോലും പരിഗണിക്കാതെ എത്രമാത്രം ദുഷിച്ച വാക്കുകളിലൂടെയാണ് ആ വയസ്സായ സ്ത്രീയെ ചിത്രീകരിച്ചത്. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. അതിനെ ഒന്നും തിരുത്തിയില്ല. പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാൽ മറു സിദ്ധാന്തമാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാവത്തില്ല, ആ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രി അധികാരമേൽക്കുമ്പോൾ പറഞ്ഞു, ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണെന്ന്. പക്ഷേ ആ ജീവൻ കരിപിടിപ്പിക്കണമെങ്കിൽ കൈമടക്ക് കൊടുക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക്. അപ്പോൾ നമുക്കൊരു മരമാണെങ്കിൽ മരത്തിൻ്റെ ഒരു ശിഖരം മുരടിച്ചാൽ അത് വെട്ടിവിടാം, കോതിവിടാം, അവിടെ വീണ്ടും കിളിക്കും. ഒരു തായ്വേരാണ് ക്ഷീണിച്ച് മുരടിച്ചതെങ്കിൽ എന്തു ചെയ്യും ശ്രീ എൻ ശ്രീകുമാർ? ഇവിടെ നിന്നും എങ്ങനെ തിരുത്തും? ഇതൊക്കെ പ്രതീക്ഷ പാർട്ടിയുടെ സമീപനവും നയവും ഒക്കെ 2010 മുതൽ മാറിക്കഴിഞ്ഞു. പിണറായി വിജയന്റെ കൈപ്പിടിയിൽ പാർട്ടി ഒതുങ്ങിയപ്പോൾ പിണറായി വിജയൻ ഈ സംസ്ഥാനത്തിന്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞത് പാർട്ടിയുടെ നേതാവായ EP ജയരാജനാണ്. പിണറായി വിജയനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാരണഭൂതൻ എന്നുള്ള പേരെങ്ങനെയാ വന്നത്? അദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തുപാട്ട് എങ്ങനെയാ വന്നത്? ഇതൊക്കെ ഈ പാർട്ടിയിൽ നടന്നിട്ടും ആരും ആ സമയത്തൊന്നും ഗൗനിച്ചില്ലല്ലോ. എല്ലാവരും പിണറായി ഭക്തരായി മാറുന്ന ഒരു അവസ്ഥയിൽ പാർട്ടിക്ക് ദുർഗതി വരും. പക്ഷെ അവർ ഭയന്നിട്ടുണ്ട് ജനങ്ങളെ പാർട്ടി ഭയന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഇന്ന് പാർട്ടി മുഖപത്രത്തിലെ MV ഗോവിന്ദൻ മാസ്റ്റർ ലേഖനത്തിലുണ്ട്. ആ ലേഖനത്തിൽ സംഗതി കോൺഗ്രസിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും അദ്ദേഹം ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്: കോൺഗ്രസിനെ കുറ്റം പറയുന്നില്ല, കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല MV ഗോവിന്ദൻ. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസിനെ വിമർശിക്കാതെ MV ഗോവിന്ദൻ ലേഖനം എഴുതുന്നത്. കാരണം ദേശീയ തലത്തിൽ അധികാരത്തിൽ വരാൻ മോദി അധികാരത്തിൽ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഇന്ത്യ മുന്നണിയുടെ ശക്തി അദ്ദേഹം കണ്ടിരിക്കുന്നു. അത് കോൺഗ്രസിനെ പഴി പറഞ്ഞാൽ ഇന്ന് പാർട്ടി AKG സെന്ററിന് മുമ്പിലേക്ക് പാർട്ടി പ്രവർത്തകർ മാർച്ച് നടത്തും. അതുകൊണ്ട് ഇന്നത്തെ ലേഖനത്തിൽ MV ഗോവിന്ദൻ മാഷ് കോൺഗ്രസിനെ യാതൊരു തരത്തിലും വിമർശിച്ചിട്ടില്ല. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ പ്രതീക്ഷയെ കണ്ണൂരിൽ ബോംബുണ്ടാക്കിയവർക്ക് ഒരു രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചത്? പാർട്ടി സെക്രട്ടറി ഉദ്ഘാടനത്തിന് പോയില്ല, പക്ഷെ ജില്ലാ സെക്രട്ടറി പോയില്ലേ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ അദ്ദേഹം പോയില്ലേ. ഇനി അതൊക്കെ പോട്ടെ, സാധാരണ രക്തസാക്ഷികളും ബോംബുണ്ടാക്കുന്നതിന് രക്തസാക്ഷികളായ അവര് പാർട്ടിക്കാർ എന്താണ് പിന്നെ ധരിക്കുക? അപ്പൊ ഈ പാർട്ടിയുടെ നയവും സമീപനവും മാറാതെ രക്ഷയില്ല. ഇന്ന് ന്യായീകരണ തൊഴിലാളി സംഘടന വേണമെങ്കിൽ ഇന്ന് CPM ഉണ്ടാക്കാം. ശ്രീകുമാർ, ഒരു കാര്യം ചോദിച്ചത്, കാരണം 16-ാം തീയതി സെക്രട്ടേറിയറ്റ്, പിന്നാലെ സംസ്ഥാന സമിതി വരുന്നു, മറ്റ് റിപ്പോർട്ടുകൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി, അവിടെയൊക്കെ ഏതെങ്കിലും ഒരു സ്വരങ്ങൾ അല്ലെങ്കിൽ തിരുത്തൽ വേണം എന്ന ആത്മാർത്ഥതയോടെ വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്താൻ തക്ക ധൈര്യമുള്ളവർ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരാളും മുന്നോട്ട് വരില്ല. കാരണം മുന്നോട്ട് വരാൻ കഴിയില്ല. കാരണം അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറിമാരെ സംവിധാനം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പഴയ കാലത്ത് 10-10 അല്ലെ 10-5 അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. 14 ജില്ലകളിലെ 8-6 ഒക്കെ ആയിട്ട് കിട്ടിയിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ പാർട്ടിയിൽ ആരും ഇല്ലല്ലോ. കാരണം ആരെങ്കിലും ഒരു വിരുദ്ധ അഭിപ്രായം ഉന്നയിച്ചാൽ ആ ആള് പിന്നെ പാർട്ടിയിൽ ഇല്ലല്ലോ. നിങ്ങൾ നോക്കൂ, പ്രതീക്ഷ വടകരയിൽ സംഭവിച്ചത് കണ്ടില്ലേ? എന്നിട്ടും പാർട്ടി തിരുത്തിയോ? ഇത്തവണ വടകരയിലെ ഭൂരിപക്ഷം നോക്കൂ, എന്നിട്ട് പാർട്ടി തിരുത്തോ? ഇല്ല. ഇവരെന്താണ്? തൃക്കാക്കര ഉണ്ടായി തിരുത്തിയോ? പുതുപ്പള്ളി ഉണ്ടായി തിരുത്തിയോ? അതിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടായി തിരുത്തിയോ? തൃക്കാക്കരയിൽ പാഠം പഠിക്കുമെന്ന് പറഞ്ഞു. എവിടെ പാഠം പഠിച്ചു തൃക്കാക്കരയില്? പുതുപ്പള്ളി പാഠം പഠിക്കുമെന്ന് പറഞ്ഞു. എവിടെ പാഠം പഠിച്ചു പുതുപ്പള്ളിയിലെ? തൃക്കാക്കര തോറ്റിന് ഇന്നവരെ മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കും. കാരണം ഈ പാർട്ടിന് നന്നാവില്ല. നന്നാവണമെങ്കിൽ അവരവരുടെ ഈ നിലപാടുള്ള എല്ലാവരും മാറണം.
അത് മാറാൻ അവർക്ക് കഴിയില്ല. കാരണം അങ്ങനെ ഒരു സംവിധാനത്തിൽ വന്നിരിക്കുകയാണ്. കാരണം എല്ലാവരും ഒരു ഗോളത്തിന് ചുറ്റും കിടന്ന് തിരിയുകയാണ്. അതല്ല പറഞ്ഞത്, സൂര്യൻ എന്നല്ലേ പറഞ്ഞത്, കത്തും. ആരാ പറഞ്ഞ? പാർട്ടി സെക്രട്ടറി. ഒരു മുഖ്യമന്ത്രിയെ സൂര്യനോട് ഉപയോഗിച്ച പാർട്ടി സെക്രട്ടറിക്ക് ആ പാർട്ടിയെ നയിക്കാൻ പറ്റുമോ? പഴയ കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു സൂര്യൻ. ഇന്നതല്ല, ഇന്ന് മുഖ്യമന്ത്രിയാണ് സൂര്യൻ. കോൺഗ്രസിന്റെ സംവിധാനത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിക്കാണ് പ്രാമുഖ്യമുണ്ട്. പക്ഷെ CPM അതല്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രി സൂര്യനാണ്. അടുത്താൽ കരിയുമെന്ന് പറഞ്ഞാൽ ഏത് സെക്രട്ടേറിയറ്റ് അംഗമാണ് ആ കരിയാൻ താല്പര്യപ്പെടുക? ആരാണ് ആ സൂര്യന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യപ്പെടുക? സൂര്യൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്ന സൂര്യനാവണം. അത് ഉദിച്ചുയർന്നിരിക്കുന്ന സൂര്യനാണോ? അതിൽ ആരാണെന്ന് മനസ്സിലായല്ലോ. കേരളത്തിൽ ആരാണ്, ദേശീയ തലത്തിൽ ആരാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ കണ്ടു പഠിക്കണം. ഇനി അതൊക്കെ പോട്ടെ, ഇന്ത്യ മുന്നണി നേടിയ വിജയത്തിന് കേരളത്തിലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് എന്ത് പങ്കാണുള്ളത്? എവിടെയാണ് അവർ കേരളത്തിൽ ഇവിടുത്തെ പ്രസംഗിക്കാൻ പോയത്? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പോൾ ഒരു തരത്തിലുള്ള വിജയത്തിനും ദേശീയ തലത്തിലുള്ള വിജയത്തിന് ഈ പാർട്ടിയുടെ കേരള നേതാക്കൾ അർഹരല്ല. അതുകൊണ്ടാണ് ഇന്ന് ഗോവിന്ദ മാഷ് ലേഖനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചിട്ടില്ല, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, കോൺഗ്രസിനെ പുകഴ്ത്തിയിട്ടുമില്ല. കാരണം പുകഴ്ത്താൻ കഴിയില്ല, അതാണുള്ള അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക്, സത്യത്തെ കാണാൻ പറ്റുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുക? 2004 മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നത്, UDF ആണ് ജയിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ നിയമസഭയിൽ ജയിക്കും എന്നുള്ളൊരു ന്യായീകരണമാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതാണോ ന്യായീകരണം? ന്യായീകരണം വരേണ്ട എന്താണ്? ജനങ്ങളെതിരാണ്. ജനങ്ങൾ എല്ലായിടത്തും എതിരായി. തൃശ്ശൂരിലത്തെ വിജയത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ 1.25 ലക്ഷം LDF-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഇത്തവണ എവിടെ പോയി റെജി ലൂക്കോസ്? അത് കാണാനില്ല. അതൊക്കെ നമുക്ക് വേറെ വിശദമായി ചർച്ച ചെയ്യാം. പക്ഷെ അതല്ല കാര്യം. എത്ര വോട്ട്, എത്ര ശതമാനമൊന്നുമല്ല പ്രശ്നം. 20 MP-മാരിൽ 19 MP-മാർ, 18 MP-മാർ UDF-ലും, 1 MP എവിടെയാണ്? BJP-യിലുമാണ്. ഉത്തരവാദി ആരാ? കോൺഗ്രസിനെ പഴി പറഞ്ഞ്, കോൺഗ്രസിനെ തെറി പറഞ്ഞ് BJP-ന് വോട്ട് കൂട്ടിക്കൊടുത്തത് ആരാ? കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞത് ആരാ? UDF മുക്ത കേരളം എന്ന് പറഞ്ഞത് ആരാ? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ BJP-ക്ക് കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞ് ശ്രുതി വീട്ടിക്കൊടുത്തത് ആരാ? ഇതൊക്കെ പാർട്ടി പ്രവർത്തകർ കാണുന്നുണ്ട്. മടുപ്പ് ഈ പാർട്ടി പ്രവർത്തകർക്ക്. നോക്കൂ, പാർട്ടി തിരുത്തയിലേക്ക് പ്രവർത്തകർ തിരുത്തും. പ്രവർത്തകർ അവരുടെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും തിരുത്തും. ഇന്നലെ കണ്ടില്ലേ പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിൽ അംഗം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? ഇന്ന് കണ്ടില്ലേ കായംകുളത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? ശ്രീകുമാർ, എന്തായാലും അങ്ങനെ ഉരുണ്ടുകൂടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അവസാനമായി ഉത്തരവാദിത്തം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചെറിയ പരാജയത്തിന്റെ പോലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിന്റെ ഭരണാധികാരികൾ രംഗത്തേക്ക് വരുന്ന കാഴ്ചയുണ്ട്. ഇവിടെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് വെറും ഒരു 4-5 വരി അല്ലെങ്കിൽ ഉള്ള ഒരു പത്രക്കുറിപ്പ് മാത്രമേ നമ്മുടെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, പ്രതികരണം ഉടൻ പ്രതീക്ഷിക്കാമോ? വളരെ ചുരുക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനത്ത് താഴെ ഇറക്കാമെന്ന് പ്രതീക്ഷ അല്ലെ അങ്ങനെയുള്ള ഒരു ആര് കിണഞ്ഞ് ശ്രമിക്കേണ്ട, അത് അസാധ്യമായ കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി അടുത്ത 2 വർഷം പൂർത്തീകരിക്കും. 2026 നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇതിലും സീറ്റുമായിട്ട് തിരിച്ചു വരും. അത് യാതൊരു തർക്കമില്ല കാര്യത്തിൽ. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ളവരും. കേരളത്തിൽ BJP-ക്ക് അക്കൗണ്ട് കൊടുക്കാനായിട്ട് 85,000-ഓളം വോട്ടുകൾ ദാനം ചെയ്ത് BJP-ക്കെതിരെ ഒരു അക്ഷരം പോലും സംസാരിക്കാതെ ഉണ്ട്. CPM-ന് ശത്രുതയായിട്ട് ചോന്നു നടക്കുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളാൽ വെറുക്കപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് കുറെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള ചരിത്രത്തെ കുറിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, കേരളത്തിൽ CPM-നെ നശിപ്പിച്ചുകൊണ്ട് BJP-ക്ക് തലച്ചു വളരാനുള്ള ഇന്ധനം നൽകാന്നുള്ള ഈ കോൺഗ്രസ് പാർട്ടിയുടെ ശ്രമം ഒരു കാരണവശാലും വിജയിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാ. BJP-യെ കുറിച്ച് ഇവരുടെ ഏതെങ്കിലും നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരൊറ്റ വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? എന്നാൽ ഞങ്ങളുടെ നേതാക്കന്മാർ കേരളത്തിൽ ഉടനീളം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ സംസാരിച്ചത് ദേശീയതയെ കുറിച്ചാ, ഈ രാജ്യത്തെ ജനാധിപത്യം തിരിച്ചെടുപ്പിടിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ CPM-നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു മുഴുവൻ തുറന്നത്. ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാതെ BJP-ക്കെതിരെ ഒരു വാക്ക് പറയാതെ ഉണ്ട്. തൃശ്ശൂരിൽ സീറ്റ് BJP-ക്ക് അടിയറ വെച്ച ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ള ശിക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നൽകുന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ശ്രീകുമാർ സാറിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്. ഒപ്പം N. ശ്രീകുമാർ പ്രതികരണത്തിലേക്ക് വന്നതിന്.